ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ സഭകളുടെ അല്ലെങ്കിൽ സഭാവിഭാഗങ്ങളുടെ തനതായ സ്വഭാവം എന്താണ്? അവ എപ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? കാഴ്ചപ്പാടുകൾ എന്താണ്? പ്രവർത്തന സ്വഭാവം എന്താണ്? ഇവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഈ പങ്ക്തിയിലേക്ക്, അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന ഇവരോടുമുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ മതത്തിൻ്റെ ക്രിസ്തീയ സഭകളുടെ സഭാ വിഭാഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥത്തിൽ ചരിത്രബോധത്തോടുകൂടെ മനസ്സിലാക്കണമെങ്കിൽ, വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അവയുടെ ഗോത്ര സ്വഭാവം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ എന്ന ആശയം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. അതിൻ്റേതായ 4 അടിസ്ഥാന പ്രമാണങ്ങൾ അല്പം വിശദീകരിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് ആവർത്തിച്ചതിനായി കൂടുതൽ സമയം ഇപ്പോൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങളുടെ ഓർമ്മയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രതീക്ഷയിൽ അടുത്ത അടിസ്ഥാന പ്രമാണത്തിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി കഴിഞ്ഞ വീഡിയോ ചെയ്തതുപോലെ സംഗതികൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടി നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രം ഫോളോ ചെയ്ത് ഈ വിഷയത്തെ ഏറ്റവും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ആദ്യമായി ഞാനിവിടെ പറയുന്നത്, ഇത് വസ്തുതയിൽ 5ാമത്തെ പോയിന്റാണ്. ഈ വീഡിയോയിൽ ആദ്യത്തെ പോയിന്റായി പറയുന്നത്, എവരി റിലിജിയൻ ഈസ് പേട്രിയാർക്കൽ. എല്ലാ മതത്തിനും ഒരു ഗോത്ര സ്വഭാവമുണ്ട്. പേട്രിയാർക്സ് എന്ന് പറഞ്ഞാൽ ഗോത്ര പിതാക്കന്മാർ. ഞാൻ ഗൂഗിളിലൊക്കെ പോയി അതിൻ്റെ മലയാളം കണ്ടുപിടിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോത്ര പിതാക്കന്മാർ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണിക്കുന്നത് അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നാണല്ലോ. അതറിയാൻ വയ്യാത്ത ആരും തന്നെ ക്രിസ്ത്യാനികളുടെ ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടാണ് ദൈവത്തെ അബ്രഹാമിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും പറയുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു ഗോത്ര സംവിധാനത്തിൽ ജനം അവരുടെ ദൈവത്തെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഏക പരിഗണന ഗോത്ര പിതാവിൻ്റെ ദൈവം ആരാണ്, അതനുസരിച്ചാണ് ബാക്കിയുള്ള ഗോത്രത്തിലെ ബാക്കിയുള്ള എല്ലാ ആളുകളും അവരുടെ ദൈവത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അബ്രഹാമിൻ്റെ ദൈവത്തെ അറിയുന്നു. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് അബ്രഹാം എന്ന് പറയുന്ന അരിപ്പയിൽ കൂടെ കടന്നു വന്നെങ്കിൽ മാത്രമേ, എന്തൊക്കെ കടന്നു വരുന്നോ അത് മാത്രമേ അബ്രഹാമിൻ്റെ ആ ഒരു കുലത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അബ്രഹാമിൻ്റെ കാലശേഷം അത് ഇസഹാക്കിൻ്റെ ദൈവമായി മാറി. ഇസഹാക്ക് അന്ന് ഗോത്രപിതാവായി, അതുകൊണ്ട് മാത്രം. അതിനുശേഷം യാക്കോബിൻ്റെ ദൈവമായി മാറി. ഇതിനകത്ത് വളരെ കൗതുകമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത മലയാളികൾ നമ്മുടെ അപ്പനപ്പൂമ്മമാർക്ക് ഇതെന്താണെന്ന് ഇവരുമായി വ്യക്തിപരമായ യാതൊരു അനുഭവമില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ കൊച്ചു കേരളത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയും, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വികാരത്തിൽ പ്രാർത്ഥിക്കും, അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഞാൻ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും നിനക്കെന്താണ് വല്ല ബന്ധവുമുണ്ടോ? അത് ഒരു ഗോത്ര ദർശനത്തിൽ മാത്രം ദൈവത്തെ പരിമിതപ്പെടുത്തി മനസ്സിലാക്കുന്നതിൽ കൂടെ മാത്രമേ ദൈവത്തെ അബ്രഹാമിൻ്റെ പിതാവായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പോലും മനസ്സിലാക്കാൻ ആൾ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ വേദനാജനകമാണ്. ഞാനിവിടെ ബ്രാക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, വി ഡോണ്ട് നോ ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അബ്രഹാമിൻ്റെ പിതാവിനെ അറിയാം, പക്ഷെ നമ്മുടെ വല്യപ്പന്മാരെ ഒന്നും നമുക്കറിയില്ല. ഇതൊരു വല്ലാത്ത വിചിത്രമായ അവസ്ഥയാണ്. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ചോദിക്കും, ഞാനിവിടെ അടുത്താണ് എഴുതിയിരിക്കുന്നത്, ക്യാൻ യു ഓർ ഐ ഡു വാട്ട് എബ്രഹാം ഡിഡ് വിത്ത് ഹേഗർ? എബ്രഹാമിന് സാറായിൽ കൂടെ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത സമയത്ത് സാറായുടെ പ്രേരണയിൽ
അബ്രഹാം ഹാഗാറിനെ പരിഗ്രഹിച്ചു, അങ്ങനെ ഇസ്മായിൽ ഉണ്ടായി. ആ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അബ്രഹാമിനെ നമ്മുടെ പിതാവെന്ന് നമുക്ക് പിതാവായി കാണുക? അബ്രഹാമിന്റെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത് മതമായതുകൊണ്ട് ഉടനെ നമ്മളതങ്ങ് വളരെ ഭയഭക്തിയോടെ അബ്രഹാം ചെയ്ത മുഴുവനാണ്ട് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് സ്വീകരിക്കുകയാണ്. ഹാഗാറിനെ പറ്റി എന്താണെന്ന് നമുക്കറിയാം. അതിൽ നീതിയുടെ ഒരു കണിക ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊരു കാര്യം. പിന്നെ യാക്കോബിന്റെ ദൈവത്തെ പറ്റി പറയുമ്പോൾ, യാക്കോബ് സ്വന്തം സഹോദരനായ ഈസോ അദ്ദേഹത്തിന്റെ സഹോദരനെ വഞ്ചിച്ചാണ്, ജ്യേഷ്ഠാവകാശം പയറുപായസം കൊടുത്ത് വഞ്ചിച്ച് എടുത്തതാണ്. അത് നമുക്കൊരു പ്രശ്നമല്ല. കാരണം എന്താണ്? അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ തലച്ചോറ് പിന്നെ പ്രവർത്തിക്കത്തില്ല. അപ്പൊ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം എന്നാണ് ചോദിച്ചാൽ, അവിടെ എഴുതിയിട്ടുണ്ട്, an important aspect of this is the insistence on attending church worship. ഇത് നമ്മളുടെ ബന്ധം എന്താണെന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഒരു ഗോത്രം അത് നിലനിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ, തന്ത്രങ്ങളിൽ സർവപ്രധാനമാണ് ആ ഗോത്രത്തിൻ്റെ ദൈവം. ആ ദൈവത്തെ, ഗോത്രദൈവത്തെ ആരാധിച്ച് പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ആ ഗോത്രത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. രണ്ടാമത്, അങ്ങനെ ആ ഗോത്ര ദൈവത്തിൻ്റെ ആരാധനയിൽ കൂടെയാണ് ഒരു ഗോത്രത്തിലെ അംഗങ്ങളെല്ലാം ഒരേ ഗോത്രത്തിൻ്റെ അംഗങ്ങളാണ് എന്ന ഐകമത്യം ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ടു സസ്റ്റെയിൻ ട്രൈബൽ വൺനെസ്. ഒരു ഗോത്രമായി തന്നെ നിൽക്കുന്നതിൻ്റെ ഐകമത്യം കാത്തു സൂക്ഷിക്കുന്നതിന്, നിലനിർത്തുന്നതിന് ഏറ്റവും സഹായിച്ചത് ഗോത്രങ്ങളുടെ ആരാധനയാണ്. ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ പ്രത്യേകമായ ആരാധനാമൂർത്തികൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ടോട്ടം എന്ന് പറയും. ചിലപ്പോൾ അത് മൃഗമായിരിക്കും, ചിലപ്പോൾ അത് മരമായിരിക്കും, ചിലപ്പോൾ കല്ലിൻ്റെ കൂമ്പാരങ്ങളായിരിക്കും. ഓരോ ഗോത്രത്തിനും അതിനെ മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് വേർതിരിച്ച് സംരക്ഷിക്കുന്ന അതിൻ്റെതായ ദൈവസങ്കല്പങ്ങളും ദൈവികമായ പ്രതിഭാസങ്ങളുമുണ്ട്. അതിനെ ആരാധിക്കുന്നതിൽ കൂടെ ആ ഗോത്രത്തിലെ അംഗങ്ങൾ എപ്പോഴും ഒന്നാണ് എന്ന ഒരു ധാരണ നിലനിർത്തുവാൻ സഹായിക്കുന്നു. ഇത് തന്നെയാണ് ഞായറാഴ്ച തോറുമുള്ള നമ്മുടെ ആരാധനയുടെ ലക്ഷ്യമെന്ന് ആരും പറയാറില്ല. നമുക്കറിയാം, കോവിഡ് കാലം വന്നപ്പോൾ സഭകൾ ആകെപ്പാടെ വലിയ പ്രതിസന്ധിയിലെത്തി. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആദായം കുറഞ്ഞു. രണ്ട്, ജനങ്ങൾക്ക് സഭകളോടുള്ള കൂറ് കുറഞ്ഞു പോകുമോ, ഡയല്യൂട്ടായി പോകുമോ എന്നൊരു ഭീതി. അത് വരാതിരിക്കാനാണ് പിന്നെ ഇങ്ങനെ ഓൺലൈൻ സർവീസൊക്കെ കൂടി, കോവിഡ് വന്നാൽ ഞങ്ങളെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുമായുള്ള സമ്പർക്കം, കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞാൽ അത് വളരെ ട്രൈബലായിട്ടുള്ളൊരു ആശയമാണ്. അതുകൊണ്ട് അതിൽ അർത്ഥമില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ ആവിർഭാവം എവിടെയാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിന് അതിൻ്റെതായ വിലയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പം അതുകൊണ്ട് ഒരു ഗോത്രത്തിലെ അംഗങ്ങൾ, അതിലെ അംഗത്വം അവർക്ക് നിലനിർത്തണമെങ്കിൽ അവരുടെ അടിസ്ഥാന കടമ എന്താണ്? ഗോത്രപിതാവിൻ്റെ മതം ഏതാണ്, ഗോത്രപിതാവിൻ്റെ ദൈവം ഏതാണ്, ആ ദൈവത്തെ നിരുപാധികമായി ആരാധിക്കുന്നവർക്ക്, അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ആ ഗോത്രത്തിൻ്റെ അംഗങ്ങളായി തുടരുവാൻ കഴിയുകയുള്ളൂ. ഒരു ഗോത്രത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഗോത്രത്തിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിച്ചാൽ ആ ഗോത്രത്തിലെ ആളുകളെല്ലാം കൂടെ വന്ന് കൊന്നുകളയും. ഇതാണ് അന്നത്തെ ഒരു വ്യവസ്ഥിതി. ഇത് തന്നെയല്ലോ നമ്മുടെ മധ്യത്തിലുമുള്ളത്. ഇപ്പൊ കത്തോലിക്കൽ എന്ന് പറഞ്ഞ ആരാണ്? അവിടെ ഗോത്രപിതാവായ പോപ്പ്, മാർപ്പാപ്പ, അവരാരാധിക്കുന്നത് മാർപ്പാപ്പയുടെ മതത്തെയാണ്. ക്രിസ്തുവിൻ്റെ മാർഗവുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ആംഗ്ലിക്കൻ ചർച്ചുണ്ട്, അവര് ആരെയാണ് ആരാധിക്കുന്നത്? ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയുടെ ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. അവർക്ക് യേശുവായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമുക്കറിയാം. പിന്നെ മാർത്തോമാ സഭ അവരുടെ മെത്രാപ്പോലിത്തയുടെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതിൻ്റെ സത്യം ഇതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. മെത്രാപ്പോലിത്ത പറയാത്ത യേശുവിനൊന്നും അവിടെ കയറി ചെല്ലാൻ ഒക്കത്തില്ല.
അതുപോലെ നമുക്കറിയാം ഓർത്തഡോക്സ് സഭ, ബാബായുടെ ദൈവത്തെയാണ് ഓർത്തഡോക്സുകാർ ആരാധിക്കുന്നത്. പിന്നെ പെന്തക്കോസ്തുകാരുടെ കാര്യം പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്ററുടെ ദൈവത്തെയാണ് എല്ലാ പെന്തക്കോസ്തുകാരും ആരാധിക്കുന്നത്. ഇത് വെറും ട്രൈബൽ ഗോത്ര സംവിധാനമാണ് എന്ന അറിയാൻ വയ്യാത്തതുകൊണ്ട് വലിയ ഭക്തിയൊക്കെ പറഞ്ഞ് വലിയ മിടുക്ക് കാണിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ഒരു ഗോത്ര അംഗം എന്ന നിലയിൽ നിങ്ങളുടെ ദൈവം ആരായിരിക്കണമെന്നും എപ്രകാരമായിരിക്കണമെന്നും തീരുമാനിക്കുന്നത് ആ ഗോത്രത്തിലെ അംഗങ്ങളല്ല, വ്യക്തികളല്ല, പിന്നെയോ ആ ഗോത്രത്തിൻ്റെ പിതാവ്, പേട്രിയാർക്ക് എന്ന് പറയും. ആ ഗോത്ര തലവനാണ് പറഞ്ഞു തരുന്നത്, നിശ്ചയിക്കുന്നത്, നിർബന്ധിക്കുന്നത്. ദൈവം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ദൈവം കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന് ധൂപക്കുറ്റി ഇഷ്ടമാണ്, ദൈവത്തിന് കൈക്കൂലി ഇഷ്ടമാണ്, ദൈവത്തിന് മുഖസ്തുതി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഗോത്രത്തലവന്മാർ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. നാം അവരുടെ വാലം പിടിച്ച് നടക്കുന്നു. അത് ദൈവത്തിന് യേശുവിൻ്റെ മാർഗം എന്നൊക്കെ നമ്മൾ പകുതിയില്ലാത്തതുകൊണ്ട് പറയുന്നു. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയേണ്ട നാള് വൈകിയിരിക്കുന്നു. അപ്പോൾ ദയവായി മനസ്സിലാക്കാൻ നമ്മുടെ സഭാ വിഭാഗങ്ങൾ വെറും ക്രിസ്തീയ ഗോത്രങ്ങൾ മാത്രമാണ്. അത് യേശുവിൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇത് കുളമാക്കരുത്. വല്ലപ്പോഴുമെങ്കിലും സത്യം അറിയാനും പറയാനുമുള്ള ധൈര്യം കാണിക്കാൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സർവശക്തനായ ദൈവമേ ഇടയാക്കണമേ എന്ന് ഈ ഏഴയായ വയസ്സനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ ഗോത്ര ദൈവത്തിൻ്റെ ഗോത്രങ്ങൾ ഗോത്ര മുഖ്യൻ്റെ സഹായത്തോടെ തിരിച്ചറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണെന്നറിയാമോ? അത് വളരെ ആ ഗോത്രത്തിന് മാത്രമുള്ളതായിരിക്കും. നോട്ട്സിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എ ട്രൈബൽ ഗോഡ് ഈസ് നെസസറിലി എക്സ്ക്ലൂസീവ്. നെസസറി നല്ല, നെസസറിലി എക്സ്ക്ലൂസീവ്. ഒരു ട്രൈബിൻ്റെ ദൈവത്തെ മറ്റൊരു ട്രൈബിൻ്റെ ദൈവം വെറുക്കുന്നു. ഒരു ട്രൈബിലെ അംഗം മറ്റൊരു ട്രൈബിലെ ദൈവത്തെ ആരാധിച്ചാൽ അവൻ്റെ കാര്യം പോക്കാണ്. നമ്മുടെ അവസ്ഥയ്ക്ക് വല്ല വ്യത്യാസമുണ്ടോ? അങ്ങനെയാണ് പഴയ നിയമത്തിൽ ദൈവം വലിയ അസൂയക്കാരനാണ്. ഗോഡ് ഈസ് ജെലസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 10 കൽപ്പനയിലുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കൂടുതലായി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ കൂടുതലായി ഇവിടെ അതിനെപ്പറ്റി പറയുന്നില്ല. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കും അവൻ്റെ സഭാവിഭാഗം, ഓർത്തഡോക്സുകാരനാണ് ഓർത്തഡോക്സുകാരൻ, ജേക്കബായറ്റുകാരനെ ജേക്കബായറ്റുകാരൻ, മാർത്തവക്കാരൻ, സി എസ് ഐ ആണ് CSI, കത്തോലിക്കാരനെ കത്തോലിക്കൻ, അവൻ്റെ ഗോത്രപിതാവ് കാണിച്ചു തരുന്ന ദൈവത്തെ അല്ലാതെ മറ്റാരെയും അറിയാനോ അംഗീകരിക്കാനോ അവിടെ എന്തെങ്കിലും നന്മയുണ്ടെന്ന് ഒന്ന് സമ്മതിക്കാനോ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അവരുടെ ഇട്ടാവട്ടത്തിന് വെളിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇന്ന് ഭാരതത്തിൽ പാകിസ്ഥാനിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇവിടെ താമസിക്കേണ്ട, അങ്ങ് പോടാ എന്ന് പറഞ്ഞ് അടിച്ചോടിക്കുന്ന അവസ്ഥയിൽ അത് തന്നെയാണ് നമ്മുടെ ഇടയിലുള്ളത് എന്നത് സത്യത്തോടെ ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുവാൻ ധൈര്യമുള്ളവർ തിരിച്ചറിയും. അതുകൊണ്ട് ഗോത്രപിതാവ് ആരാണ്? ദൈവത്തിൻ്റെ ഹോൾസെയിൽ ചുമതലയുള്ള ആളുകളാണ്. ആ ഗോത്രപിതാക്കന്മാരുടെ ഇപ്പോഴത്തെ അനന്തരാവകാശികളാണ് നമ്മുടെ ആൾ ദൈവങ്ങൾ. നമ്മുടെ ഇടയിൽ പല ആൾ ദൈവങ്ങളുണ്ടല്ലോ, ഞാൻ ഓരോരുത്തരെയൊന്നും എടുത്ത് പറയുന്നില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. അവരൊക്കെ അന്നത്തെ ഗോത്രപിതാക്കന്മാരുടെ ഇപ്പോഴത്തെ ചൂത്ത അനന്തരവന്മാരൊക്കെയാണ്. അവരിൽ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു പറ്റാനായിട്ട് അവിടെ വാല് തൂങ്ങി നടക്കുന്ന ആളുകളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കേണ്ട ഗതികേട് നമുക്കുണ്ട്. അതും ഞാൻ മറക്കുന്നില്ല. മുൻപോട്ട് ചിന്തിക്കുമ്പോൾ അടുത്തായി ഞാൻ എഴുതി വച്ചിരിക്കുന്നത്, ഇൻ തിയറി റിലിജിയൻ ഈസ് അബൌട്ട് ലൈഫ്. നമ്മൾ യേശുവിനെ പറ്റി പറയുമ്പോൾ യേശു ജീവന്റെ വെളിച്ചമാകുന്നു എന്ന് വളരെ കാവ്യാത്മകമായ വളരെ മനോഹരമായ ഒരു തിരിച്ചറിവും പ്രസ്താവനയാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവത്തെ നാം എപ്പോഴും അറിയുന്നത് ജീവന്റെ ഉറവിടമായിട്ടാണ്. പക്ഷേ മതത്തിലോട്ട് വരുമ്പോൾ, അത് മതമായി കഴിയുമ്പോൾ മതത്തെക്കാൾ ജീവനേക്കാൾ മരണത്തിനാണ് പ്രാധാന്യം. അപ്പോൾ
ദൈവം ജീവന്റെ വെളിച്ചമാണ്, പക്ഷേ ദൈവം മരിച്ചു. മരണത്തെ പറ്റിയൊക്കെ നമുക്ക് എന്തൊരു സങ്കടമാണെന്നറിയാം. മരണത്തെ ഇങ്ങനെ ധ്യാനിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെ പറ്റിയോ അവൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയോ പഠിപ്പുകളെ പറ്റിയോ യാതൊരു താല്പര്യവുമില്ലാതെ വർഷത്തിലൊരിക്കൽ ദുഃഖവെള്ളിയാഴ്ച വരുമ്പോൾ തലയും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങ് ദുഃഖിച്ച് നമ്മളങ്ങ് വല്ലാതായി പോവുകയാണ്. ഇതിലുള്ള വിരോധാഭാസം എന്താണ് ആൾക്ക് തിരിച്ചറിയാൻ വയ്യാത്തത്? നാം യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് യേശുവിൻ്റെ ജീവിതത്തിന്മേലാണ്. അതിൻ്റെ അഭേദ്യമായ ഒരു ഭാഗമാണ് അവൻ്റെ ക്രൂശിലെ മരണവും സ്വർഗാരോഹണവും. അത് സമ്മതിക്കുന്നു. പക്ഷേ അത് മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് അയ്യോ ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി ചത്തേ, അയ്യോ കരഞ്ഞു കൊളവാക്കുന്നേ, ഈ പരിപാടിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ, വല്ല ആത്മാർത്ഥതയുണ്ടോ, വല്ല ഉൾക്കാമ്പ് വല്ലതുമുണ്ടോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ഇവിടെ വസിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ. നിങ്ങളുടെ കാഴ്ചപ്പാട് മുഴുവനും തെറ്റാണ്. നിങ്ങൾ മരിച്ച ദൈവത്തെ അല്ല, ജീവിക്കുന്ന ദൈവത്തെ അറിയുകയും അവനിൽ വസിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശവശരീരം അന്വേഷിച്ച് ആളുകൾ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് മറിയയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ചെല്ലുമ്പോൾ, ആ തുറന്ന കല്ലറയിൽ നിന്ന് ദൂതന്മാർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജീവിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് തിരയുന്നത്? ആ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ ചോദ്യമാണ്. എല്ലാ ക്രിസ്തീയ സഭകളിലും എല്ലാ ആഴ്ചയിലും 10 തവണ വായിക്കേണ്ട ഭാഗമാണ്. ജീവിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ മധ്യത്തിൽ എന്തിനാണ് തിരയുന്നത്? ഈ ആരാധന മുഴുവനും മരിച്ചവരുടെ മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന വിരോധാഭാസമാണ് എന്ന് തലച്ചോറ് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമായി തീരും. അതുകൊണ്ട് നമുക്കറിയാം, മലയാളത്തിൽ കഴിഞ്ഞ കാലം, ഇംഗ്ലീഷിൽ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭൂതകാലം എന്നാണ്. ഭൂതം. അപ്പം 2 തരത്തിലുള്ള ഭൂതബാധയുണ്ട്. ഗ്രാമറിൻ്റെ ഭൂതമുണ്ട്, പിന്നെ രോഗമെന്ന ഭൂതവുമുണ്ട്. മതമെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമറിൻ്റെ ഭൂതം പിടിച്ചതാണ്. നമ്മളെല്ലാവരും കൂടുതൽ ഭക്തിയുള്ളവർ കൂടുതൽ ഭൂതഗ്രസ്തരാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളുടെ ശവക്കോട്ടയിൽ ഇരിക്കുന്നവരാണ്. ദൈവം ഇന്ന് ജീവിക്കുന്നില്ല, ഇന്നൊന്നും അറിയണ്ട, എല്ലാം ഭൂതകാലം, പണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ്, ഇത് നാം എപ്പോഴും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു പത്രോസിനെ ശകാരിക്കും. വളരെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ യേശു പത്രോസിനോട് എന്താണ് പറയുന്നത്? സാത്താനെ എന്നെ വിട്ടുപോ. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ മാത്രം അന്വേഷിക്കുന്നവരാണ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല. നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ സ്വകാര്യ സ്വത്തായി രൂപാന്തരപ്പെടുത്തി തരം താഴ്ത്തി നിർജീവ വസ്തുവാക്കി എവിടെയെങ്കിലും സ്ഥാപിക്കുകയും അതിനുശേഷം ബിംബാരാധനയ്ക്ക് ആവശ്യമായുള്ള കഴിഞ്ഞ കാലം പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പലവിധമായ ആരാധനാക്രമം ഉണ്ടാക്കി അതിൽ അന്ധവിശ്വാസം സ്ഥാപിച്ച് അതിൽ കൂടെ ജീവിക്കുന്ന ദൈവത്തെ മനഃപൂർവ്വം തള്ളിക്കളയുന്ന ഒരു പ്രവൃത്തിയാണ്. അതാണ് യഥാർത്ഥത്തിൽ സാത്താൻ്റെ പ്രവൃത്തി എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് യേശു അവിടെ നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ സുറിയാനി, കേരളത്തിലുള്ളവരെല്ലാം സുറിയാനി, നല്ല ക്രിസ്ത്യാനികളെല്ലാം സുറിയാനിക്കാരാണ്. എൻ്റെ സഹോദരൻ, നിങ്ങൾ എവിടുന്നാ സുറിയാനി ആയത്? നിങ്ങൾ ഈ മണ്ണിൽ ജനിച്ച മണ്ണിൻ്റെ മണമുള്ള ആളുകളല്ലേ എന്നെ പോലെ. പിന്നെ എന്തിനാണ് ഈ സുറിയാനി? എന്നാൽ ബിരിയാണി എന്ന് പറഞ്ഞുകൂടെ? ക്രിസ്ത്യാനിക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളത് ബിരിയാണിയോടാണ്. അപ്പോൾ ബിരിയാണി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൂടെ? അതുപോലെ പണ്ടൊരു ഭൂതം ഉണ്ടായിരുന്നു. അതാണ് കത്തോലിക്കർക്ക് ലാറ്റിൻ ഇല്ലെങ്കിൽ സോക്കേടാ. ലാറ്റിൻ ആരാധനകൾ അപ്പം ലാറ്റിൻ കയറ്റണം. ഹിന്ദുക്കൾക്കാണെങ്കിൽ സംസ്കൃതം വേണം. കാരണം എന്താണ്? സംസ്കൃതം വാസ്തവത്തിൽ മരിച്ചുപോയ അത് വലിയ ഒരു ഭാഷയും ഒരു വലിയ പൈതൃകവും ഒക്കെയാണ് സമ്മതിക്കുന്നത്. പക്ഷേ ഇന്നാരും സംസ്കൃതം സംസാരിക്കുന്നത്. പിന്നെ ന്യൂസിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ വ്യാവഹാരികമായി സംസ്കൃതം ആരും ഉപയോഗിക്കുന്നില്ല. എന്നാൽ അതുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് സൂചിക്കത്തുള്ളൂ എന്നതാണ് ഈ ഹിന്ദുക്കളുടെ പക്ഷം. നമുക്കാണെങ്കിൽ സുറിയാനി വേണം, അല്ലെങ്കിൽ ലാറ്റിൻ വേണം. ഏറ്റവും കൗതുകകരമായ കാര്യം, ഇതിൻ്റെ പെന്തക്കോസ് വേർഷനാണ് മറുഭാഷ. ഇപ്പോൾ പതിനെ കളിച്ച ക്രിസ്ത്യാനികൾ സുറിയാനിയോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും
കത്തോലിക്കര് ലാറ്റിൻ ഭാഷയോട് കാണിക്കുന്ന സ്നേഹവും സന്തോഷവും അതിന് കൊടുക്കുന്ന വിലയുമാണ് ഈ രണ്ട് ഭാഷയും ഇല്ലാത്ത, ഒരു ഭാഷയും ഇല്ലാത്ത പെന്തക്കോസ്ത് പാസ്റ്റർമാർ മറുഭാഷയ്ക്ക് കൊടുക്കുന്നു. മറ്റൊരു ഭാഷയും ഇല്ലെങ്കിൽ ഇന്നാ പിടിച്ചോ മറുഭാഷ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്: മനുഷ്യന്റെ ജീവിത അവസ്ഥയോട്, ഇന്നത്തെ കാലത്തെ അവസ്ഥയോട് ബന്ധമുള്ള ഒരു പ്രയോജനം വരുന്ന ഒന്നിനും ഒരു വിലയും കൊടുക്കരുത്. യാതൊരു പ്രയോജനവുമില്ലാതെ അർത്ഥശൂന്യമായ പഴഞ്ചൻ കാര്യങ്ങളിട്ട് കറക്കുന്നതാണ് ഭക്തി എന്ന വെറും മൃഗങ്ങൾക്ക് പോലും യോജിക്കാത്ത മൊണ്ണത്തരമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ മതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാകൃതമായ സ്വഭാവത്തെ ഉച്ചസ്വരത്തിൽ വിളിച്ചറിയിക്കാൻ പര്യാപ്തമാണ്. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കാറില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നിബന്ധനകൾ, സുറിയാനി ഉണ്ടെങ്കിലേ ശരിയാകൂല, ലാറ്റിൻ ഉണ്ടെങ്കിലേ ശരിയാകും, മറുഭാഷ, ഇതൊക്കെ മറുഭാഷ പറയാനുള്ള ഏക ന്യായീകരണം എന്നാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് മറുഭാഷ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം. അയ്യോ, ഇത് മതത്തിലല്ലാതെ വേറെ ഒരു പുനത്തിലും ഇത് സാധ്യമല്ല എന്ന് ദയവായി മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആസ് എ റിസൾട്ട് എവറി റിലിജിയൻ ഹാസ് ബിക്കം ആൻറ്റി റീസൺ, ആൻറ്റി പ്രോഗ്രസ്, ആൻറ്റി സയൻസ്, ആൻറ്റി ട്രൂത്ത്. അതുകൊണ്ടാണ് യേശു തന്നെ സത്യം എന്ന ആശയത്തിൽ അവതരിപ്പിച്ചു. ഇങ്ങനെ മതം അങ്ങ് പണ്ട് പഴഞ്ചൻ പുരാതനമായ കാര്യങ്ങളിൽ അന്ന് മാത്രമാണ് എല്ലാം, ഇപ്പോഴുള്ളതൊന്നും കൊള്ളാവുന്നതല്ല എന്ന് പറഞ്ഞ് ആ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ മതം യുക്തിക്ക് ശത്രുവായും മനുഷ്യന്റെ പുരോഗതിയുടെ തടസ്സമായും ശാസ്ത്രത്തിന് ശത്രുവായും സത്യത്തിന്റെ നിഷേധികളായും മാത്രം നിൽക്കുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ ആരാണ്? ഞാൻ ഇമ്മാനുവലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും അല്ല, ഇപ്പോഴുണ്ട്. ആ യേശുവിനെ ഉൾക്കൊള്ളുവാൻ ഒരു ക്രിസ്തീയ സഭയ്ക്കും സാധ്യമല്ല എന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൂടെ ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇതിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഹെയ്ഗൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരികയാണ്. എന്തുകൊണ്ടാണ് ലൗദോക്യ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ യേശുവിന് അവകാശമില്ലാതെ വെളിയിൽ അതിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ഹെയ്ഗലിനോട് ചോദിച്ചപ്പോൾ പറയും, ഒരു സിംഹത്തിന് ഒരു കുരികിലിൻ്റെ കൂട്ടിൽ ഇടമുണ്ടാകുകയില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. അത് വെളിയിൽ നിൽക്കുന്ന യേശുവിൻ്റെ യോഗ്യതാക്കുറവല്ല, ഇപ്പുറത്തിരിക്കുന്ന സഭയുടെ കെട്ടുപാടിലെ സങ്കുചിത അവസ്ഥയാണ്. ഒരു സിംഹത്തിന് ഒരു കുരികിലിൻ്റെ കൂട്ടിൽ ഇടമുണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. നമുക്ക് പണ്ട് പരിചയമുള്ളൊരു പാട്ടുണ്ടല്ലോ, എന്താണ്? ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കെട്ടുന്നില്ല, അളന്നളന്നു കൂട്ടുന്നില്ല, പണ്ടം വെച്ചും പണയം വെച്ചും തമ്മിലകലുന്നില്ല, ആകാശത്തിലെ കുരുവികൾ. അങ്ങനെ ആകാശത്തിലെ കുരുവികളെ കണ്ട് നിത്യസത്യങ്ങൾ തിരിച്ചറിയുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞെങ്കിൽ അവൻ ഒരു പുനത്തിലും ഇരിക്കാതെ, ഒരു കൂട്ടിലും അടച്ചിടാൻ വയ്യാതെ, ഒരു സഭയുടെ 4 ഭിത്തിക്കുള്ളിലും ഒതുക്കാൻ വയ്യാതെ സകല സൃഷ്ടിയോടും വെളിച്ചത്തിന്റെ ബന്ധം പുലർത്തിയത് കൊണ്ടാണ് ആകാശത്തിലെ കുരുവികൾ. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലൊരു കടുകുമണി വിതച്ചാൽ അത് പൊട്ടി മുളച്ചു വളർന്ന് വലുതായി അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതിവരെയും പോകുമെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ മനുഷ്യപുത്രന് സാധിച്ചത് എന്ന് സുറിയാനി ക്രിസ്ത്യാനിക്ക് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. പിന്നെയും അവസാനമായിട്ട് ഇവിടെ ഞാൻ കുറിച്ചിരിക്കുന്നത്, ഫൈനലി എവറി റിലിജിയൻ ബ്രീഡ്സ് ഇൻ എ ട്രൈബൽ ഔട്ട്ലുക്ക്. എല്ലാ മതങ്ങളും, ഞാൻ ഇതുവരെ സഭാ വിഭാഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, എന്നാൽ മതത്തിൻ്റെ ആകമാനമായ സ്വഭാവം, മനുഷ്യൻ്റെ മനസ്സ് ഈ
ഗോത്ര സ്വഭാവം, ഇടുങ്ങിയ ഗോത്ര സ്വഭാവം മാത്രം പ്രാപിപ്പാൻ അവനെ അനുവദിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഓർത്തഡോക്സ് സഭ, അതിൽ നിന്നാണ് മാർത്തോമാ സഭ ഉണ്ടായത് നമുക്കറിയാം. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർ തമ്മിൽ വലിയ പുക്കാറായി, വഴക്കായി, പിന്നെ വട്ടിപ്പണ കേസായി. അത് ഓർത്തഡോക്സ് സഭ ജയിച്ചു, ഒന്നുമില്ലാതെ മാർത്തോമക്കാരിങ്ങോട്ട് മാറി. അപ്പോൾ അത് ഞാൻ ഓർക്കുമ്പോഴൊക്കെ പഴയ നിയമത്തിൽ അബ്രഹാം അവൻ്റെ സഹോദരനായ ലോത്തും കൂടെ നടത്തിയ ഒരു വിഭജനമുണ്ട്. അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറയും, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ എടുത്തോ, ബാക്കി എനിക്ക് മതി. അപ്പോൾ ലോത്ത് ഏറ്റവും നല്ല സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അബ്രഹാമിന് കിട്ടിയത് കൊണ്ട് അവർ സംതൃപ്തമാണ് എന്ന് പറഞ്ഞതുപോലെ 2 ഗോത്ര പിതാക്കന്മാരാണല്ലോ അബ്രഹാമും അവൻ്റെ സഹോദരനായ ലോത്തും. അപ്പോൾ അബ്രഹാം അവൻ്റെ വഴിക്ക് പോകുന്നു, ലോത്ത് അവൻ്റെ വഴിക്ക് പോകുന്നു. അതുപോലെയാണ് ഓർത്തഡോക്സ് സഭയും മാർത്തോമാ സഭയും. അത് 2 ഗോത്രങ്ങളാണ്. അതുകൊണ്ട് ഇവർ രണ്ടും 2 വഴിക്ക് പോകണം. പിന്നെ നമുക്കറിയാം ഓർത്തഡോക്സ് സഭയുടെ അകത്ത് പിന്നെ ഓർത്തഡോക്സും യാക്കോബായും 2 വഴിക്ക് തിരിഞ്ഞു. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, തള്ളുന്നു, മോഷ്ടിക്കുന്നു. ഇതാണ് പരിപാടി. അപ്പം അതുകൊണ്ട് ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ അതിരുകളുണ്ട്. അതിരുകൾ അവർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ ഗോത്രത്തിൻ്റെ അതിര് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അപകടമാണ്. അതിനപ്പുറത്ത് നിൽക്കുന്നവർ ഒരു വിധത്തിലുള്ള ബന്ധവും പാടില്ല. ഇതാണ് സഭകൾ മനുഷ്യർക്ക് നൽകുന്ന കാഴ്ചപ്പാട്. ഇത് അപഹാസ്യമാണ്. ഇത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് വിഷം കലർത്തുന്ന പരിപാടിയാണ് എന്ന് ദയവായി തിരിച്ചറിയുക. ഇത് വളരെ കൃത്യമായി യേശു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശമര്യക്കാരി സ്ത്രീയുമായുള്ള സംവാദത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി കാവ്യാത്മകമായി യേശു ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല വസിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയുന്ന നാളിതാ വരാൻ പോകുന്നു, അല്ല വന്നുമിരിക്കുന്നു. ദയവായി മനസ്സിലാക്കും. പക്ഷെ ഇന്നും നമുക്കത് മനസ്സിലായിട്ടില്ല. നാം ഇന്നും ആ മലയിലും ഈ മലയിലുമാണ്. കേരളത്തിൽ ഏതാണ്ട് 13,000-ൽ പരം പള്ളികളുണ്ട്. അത് 13,000 മലകളാണ്. അയ്യപ്പന് 200 മലകളും ക്രിസ്ത്യാനികൾക്ക് 13,000 മലകളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഈ മലയുടെ മുകളിലിരിക്കുന്ന ദൈവത്തെ മാത്രമേ ക്രിസ്ത്യാനിക്ക് അറിയത്തുള്ളൂ. കാരണം അവൻ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ അറിഞ്ഞത് ഗോത്ര ദൈവത്തെ പ്രീതിപ്പെടുത്തിയിരിക്കുന്ന സൂത്ര ക്രമീകരണങ്ങളെയുമാണ്. അത് അവൻ്റെ ഗോത്രപിതാവായ മെത്രാൻ പറഞ്ഞു കൊടുക്കുന്നു. മെത്രാൻ്റെ ദൈവത്തെ മാത്രം അവൻ അറിയുന്നു. യേശുവിന് അവന് പുല്ലുവിലയാണ് എന്ന യാഥാർത്ഥ്യം ദയവായി മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും വളരെ ഭക്തിയുടെ കേന്ദ്രങ്ങളായ ഈ പുണ്യവാളന്മാരിരിക്കുന്നില്ലേ, പുണ്യവാളന്മാർ, അവിടെ പണം ഒഴുകുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ ഈ പിൽഗ്രിമേജ് തീർത്ഥാടനത്തിന് പോകുന്നു. എന്നാണ് അവിടെ കണ്ട് വലിയ സംഭവമാണ്. ചിലർ വിശുദ്ധ നാട് ഹോളി ലാൻഡ് കാണാൻ പോകുന്നു. കാരണം അവിടെ ഏതോ ദൈവം ഇരിപ്പുണ്ട്. മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ ചിന്താഗതി വളരെ വളരെ പ്രാകൃതമാണ്. ഗോത്ര സ്വഭാവത്തെ ഒന്ന് വിട്ടൊഴിയാൻ മനുഷ്യന് കഴിയുന്നില്ല. അതിലവനെ നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും മുഖ്യ ഘടകമാണ് മതം. ഇത് ദയവായി മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ വിറങ്ങലിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു കുതന്ത്രമാണ്. ഇതിൽ നിന്നൊക്കെ മനുഷ്യന് വിടുതൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട് എന്നതാണ് യേശു ഏറ്റവും ഊന്നൽ നൽകി വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യം. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ആത്മീയമായ ദർശനം, യേശുവിൻ്റെ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ ഇവയിൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ഗോത്ര മനോഭാവത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന മനുഷ്യനെ മൃഗത്തെക്കാൾ മോശമാക്കുന്ന മതവികാരങ്ങളും കാഴ്ചപ്പാടും സംവിധാനങ്ങളിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന്, അധപ്പതനത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അവനെ ലോകത്തിൻ്റെ വെളിച്ചമായി ഉയർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു വിടുതലിൻ്റെ ഇടപെടലാണ്. അതിനെ 100% റദ്ദാക്കുന്ന വിധത്തിലാണ് ഈ സഭാ വിഭാഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും നിരന്തരമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. അവർ അടിമത്വത്തിൽ നിന്ന് ദൈവം മനുഷ്യന് നൽകിയ വിലതീരാത്ത നിധിയായ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ചുവടെങ്കിലും മുന്നേറുവാൻ അവർക്കിടയാകും. ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഈ
യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരിമാർക്കും ദൈവം കൃപയും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ശേഷമുള്ള ചിന്തകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ കൂപ്പുകൈ.